ഇന്ന് മദീന തേങ്ങിയ ദിവസമാണ്. മുത്തുനബിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ ദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം 6 മാസം മാത്രം ആയുസ്സുണ്ടായിരുന്ന മകളുടെ വിയോഗം ഏതൊരു കല്ലായ ഹൃദയത്തെയും അലിയിക്കുന്നതാണ്. സ്വർഗീയ വനിതകളുടെ നേതാവായിരുന്നിട്ടും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അവിടുത്തെ ജീവിതം. വീട്ടുജോലികളെടുത്ത് കൈകളിൽ തഴമ്പ് വന്നിട്ടും പട്ടിണി കടന്നിട്ടും ഒരു പരാതി പോലും അവിടുന്ന് രേഖപ്പെടുത്തിയില്ല. തൻ്റെ പ്രിയതമൻ വിഷമിക്കുമെന്ന് കരുതി. ഇതായിരുന്നു അവിടുത്തെ ത്യാഗം. വഫാത്തിന് തൊട്ടു മുമ്പ് തൻ്റെ പൊന്നുമക്കളായ ഹസനൈനിയെ കുളിപ്പിച്ചു, വസ്ത്രം മാറ്റി, ഭക്ഷണം കൊടുത്തു. അവിടുന്ന് വിട പറഞ്ഞാലും തൻ്റെ മക്കൾ തളരരുതെന്ന് കരുതി. അലിയാർ തങ്ങളോട് പറഞ്ഞു, എൻ്റെ വിയോഗാനന്തരം എൻ്റെ മക്കളെ വിഷമിപ്പിക്കരുതെന്ന്. സിംഹമെന്ന പേരിൽ അറിയപ്പെട്ട അലിയാർ തങ്ങളുടെ ഹൃദയം പോലും ഒരു നിമിഷം പൊട്ടിയിട്ടുണ്ടാകും ഈ വാക്ക് കേട്ട്. എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് മഹദിയുടെ അവസാന വസിയ്യത്താണ്. എൻ്റെ മയ്യത്ത് രാത്രിയിൽ സംസ്കരിക്കണം. ഒരന്യപുരുഷനും എൻ്റെ ശരീരത്തിൻ്റെ അടയാളം പോലും കാണാൻ ഇടവരരുത്. മരണശേഷവും ഇത്രമേൽ ലജ്ജ കാത്തു സൂക്ഷിച്ച മാതൃകയായിരുന്നു മഹദി അവർകൾ. പ്രിയതമയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞുവത്രേ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്നെ ഏൽപ്പിച്ച അമാനത്ത് ഇതാ ഞാൻ തിരികെ നൽകുന്നു എന്ന്. ഓരോ ഇണകളും അവരവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഭൗതിക ജീവിതത്തിലെ അമാനത്തുകളാണ്. ഇത്തരം ഒറ്റപ്പെടലുകൾ എത്ര ഭീകരമായിരിക്കുമല്ലേ. രാത്രിയുടെ നിശബ്ദതയിൽ ആ തങ്കം മദീനയുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ആ മഹദിയോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നാളെ നമ്മെ ഒരുമിപ്പിക്കട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഹദിയ ചെയ്യുമല്ലോ.